പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു പുതിയ മാസത്തിലേക്ക്, തിരുഹൃദയ മാസത്തിൽ നിന്ന് തിരുരക്തത്തിൻ്റെ മാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് ഈശോയുടെ തിരുരക്തത്തിൻ്റെ വലിയൊരു സംരക്ഷണ കോട്ട നമുക്ക് ഈ മാസങ്ങളിൽ വലിയ തിരുനാളുകളാണ്. റോസാമിസ്റ്റിക മാതാവിൻ്റെ, കർമ്മല മാതാവിൻ്റെ ഉൾപ്പെടെയുള്ള തിരുനാളുകളുടെ ഒരു കാലഘട്ടം കൂടിയാണെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് സ്വർഗം നമുക്ക് നൽകുന്ന വചനം, അത് ഒരു ആത്മശോധനയ്ക്ക് വിഷയീഭവിക്കേണ്ട വചനമാണ്. അത് ഗലാത്യ 3:3. ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ആത്മാവിൽ ആരംഭിച്ചിട്ട് നമ്മുടെ അനേകരുടെ ജീവിതത്തിൽ കാണുന്നതാണ് അല്ലേ. ആദ്യം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഭയങ്കരമായിരുന്നു. പിന്നെ ഈ ഞെരുക്കങ്ങളൊക്കെ വരുമ്പോൾ, സുവിശേഷത്തെ പ്രതി ക്ലേശങ്ങൾ വരുമ്പോൾ, പീഡനങ്ങൾ വരുമ്പോൾ, സുവിശേഷത്തിൽ പറയുന്നത് പോലെ തന്നെ പാതി നമ്മൾ ഫലം തരാത്ത ആ ഒരു രീതിയിലേക്ക് മാറുന്ന അവസ്ഥ. നല്ല നിലത്ത് വീണ വിത്തുകൾ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ പുറപ്പെടുവിക്കുവാനുള്ള അവസരം നമുക്കുണ്ട്. എങ്കിലും പ്രിയ സഹോദരങ്ങളെ, പിശാചിൻ്റെ ഓരോ കെണിയിൽ നമ്മൾ പെട്ട് പോകാറുണ്ട്. അതാണ് മറ്റൊരു തരത്തിൽ ശ്ലീഹ പറയുന്നത്, ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ പ്രിയമക്കളെ നിങ്ങൾ? നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു പുതിയ മാസം നമ്മൾ ആരംഭിക്കില്ലേ സഹോദരങ്ങളെ, നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഒരിക്കൽ കൂടി നമുക്കൊന്ന് മൂർച്ചയുള്ളതാക്കാം. ചിലപ്പോഴൊക്കെ നമ്മൾ വീണു പോകും. ചിലപ്പോഴൊക്കെ ചില തഴക്കദോഷത്തിൻ്റെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വേദന ഉണ്ടാകാം. ഞാൻ കുറ്റം പറയില്ല എന്ന് തീരുമാനിച്ചതാണ്. ഞാൻ അമ്മായിമ്മയെ സ്നേഹിക്കുമെന്ന് തീരുമാനിച്ചതാണ്. ഞാൻ എൻ്റെ അധികാരികളായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വരുത്താതെ നോക്കുമെന്ന് വിചാരിച്ചതാണ്. ഞാൻ വികാരിച്ചൻ എനിക്ക് ഞായറാഴ്ച പ്രസംഗം പറഞ്ഞ് തുടങ്ങുമ്പോൾ എനിക്ക് ദേഷ്യമാണ് അച്ഛനെ. അപ്പം അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. നമുക്കറിയാം, ചില കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ചുകൊണ്ട് അത് മാറ്റില്ല. അത് ആയിരിക്കുന്ന അവസ്ഥയിൽ അത് സ്വീകരിക്കുകയല്ലാതെ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ഇതിനെല്ലാം നമ്മെ പര്യാപ്തമാക്കും. ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം. അതായത് ഇപ്പോൾ നമ്മൾ ആത്മാവിൽ തുടങ്ങി, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാണ്. ഗലാത്യ 3:3. ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം നിങ്ങൾ ഭോഷന്മാരാകരുത്. ദൈവമേ, ഈ ഒരു പുതിയ മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ, പ്രത്യേകിച്ച് റോസാമിസ്റ്റിക മാതാവിൻ്റെ 13-ാം തീയതിയാണ് ഇന്ന് തുടങ്ങി പ്രത്യേക ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ നമുക്ക്. അതുപോലെ 16-ാം തീയതി കർമ്മല മാതാവിൻ്റെ തിരുനാളാണ്. ഈ ദിവസങ്ങളിലൊക്കെ ജപമാല ചൊല്ലി ആ ഒരു ദിവസത്തിൽ അന്ന് റോസാമിസ്റ്റിക മാതാവിൻ്റെ അന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർമ്മല മാതാവിൻ്റെ അന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയൊരു കൃപ നമ്മിലേക്ക് ചൊരിയപ്പെടും. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.